ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. CPM സീറ്റ് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചുവെന്നാരോപിച്ച് തിരൂരിലും കോട്ടക്കലിലും സ്വതന്ത്രനായി മത്സരിക്കുന്നതായി പ്രഖ്യാപിച്ച മുൻ NCP നേതാവും ബിസിനസ് പ്രമുഖനുമായ N മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി മലക്കം മറിഞ്ഞ് പിന്മാറി. രണ്ടിടത്തും മത്സരിക്കുന്നില്ലെന്ന് മുഹമ്മദ് കുട്ടിയുടെ പുതിയ പ്രഖ്യാപനം. 2 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉൾപ്പെടെ നടത്തി CPMന് വെല്ലുവിളിയുയർത്തിയതിന് പിന്നാലെയാണ് മമ്മൂട്ടി നിലപാട് മാറ്റി രംഗത്തെത്തിയത്. ഇന്ന് രാവിലെ മലപ്പുറത്ത് CPM ജില്ലാ സെക്രട്ടറി VP അനിലുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രഖ്യാപനം. നേരത്തെ 2 തവണ കോട്ടക്കലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള മമ്മൂട്ടി മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് പിന്മാറ്റം പ്രഖ്യാപിച്ചത്. ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ സഹകരിച്ച ഒട്ടനവധി സഖാക്കളും ഇടതുപക്ഷ പ്രവർത്തകരും അവര് ഈ കഴിഞ്ഞ 3 ദിവസമായി ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് തീർച്ചയായും മത്സരിക്കണമെന്നുള്ള കാരണം ഞാനന്നിവിടെ പറഞ്ഞല്ലോ, ഒരു മാനസികമായ ആ സീറ്റ് കിട്ടാത്തതുകൊണ്ട് 2 സ്ഥലത്ത് ആദ്യമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു, ആദ്യമായിട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി 2 സ്ഥലത്ത് മത്സരിക്കുന്നുള്ളത്. അപ്പോൾ ഒരു വശത്ത് അവരുടെ ഒരു പ്രഷേഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളോട് മറിച്ച് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നവരും, എന്നാൽ ഒരു വിഭാഗം നിങ്ങൾ അത് ചെയ്യരുത് എന്നും. കാരണം മത്സരിച്ചാൽ തീർച്ചയായിട്ടും ഒരു ആദ്യം നിന്ന് മാറി ഒരു എതിരായിട്ടുള്ള ഇതിലേക്ക് പോകണമല്ലോ. അതോടൊപ്പം തന്നെ UDF നിന്നുള്ള പല ആളുകളും നിർബന്ധമായിട്ട് മത്സരിക്കണമെന്നില്ല. ഇപ്പോഴും കോൾസ് വന്ന് ഇതിൻ്റെയൊക്കെ ഭാഗം അതാണ്. പിൻവലിക്കരുതെന്ന് പറയുന്നവരും പല ഓഫേഴ്സും നിങ്ങൾക്കറിയാലോ. അതായത് ഓഫർ എന്ന് പറയുമ്പോൾ അടുത്ത ഗവൺമെന്റ് വന്ന് അങ്ങനെ ചെയ്യാൻ, അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോ വിഭാഗം ശ്രമിക്കുന്നതിന്റെ ഭാഗമാണത്. അപ്പൊ ഞാൻ 2 വിഭാഗത്തോടും അത്തരം പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, പദവികൾ നോക്കുന്ന ആളല്ല. എനിക്ക് അത്യാവശ്യം പദവികൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഒരു പദവി കിട്ടിയ കിട്ടുന്ന ഒരു കാറാണ്, അതിന് എനിക്കൊരു കാറിൻ്റെ ഇഷ്ടംപോലെ കാറിൻ്റെ ഉണ്ട്. പിന്നെ അതും പ്രശ്നമില്ല. ബട്ട് പദവി നോക്കിയിട്ടല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ എന്നോട് പറഞ്ഞ സഹതാപം പറഞ്ഞവരോ സ്നേഹിക്കുന്നവരോ എന്നെ കുഴി ചാടിക്കുന്നവരായിക്കോട്ടെ, ആരാണെങ്കിലും അവരോട് കൃത്യമായിട്ട് പറഞ്ഞ ഒരാളാണ് ഞാൻ. ജില്ലാ സെക്രട്ടറി ശ്രീ VP അനിൽ നേരിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലേറ്റ് ആയതൊരു അരമണിക്കൂർ അദ്ദേഹവുമായി ഇപ്പോൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം അറിയാലോ, ആ ബന്ധങ്ങള് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ സഹായത്തിന് പോകുന്ന ആള് ഒരിക്കലും നിങ്ങളതിന് ചെയ്യരുത്, ഞങ്ങളൊന്നും കൂടെ ഉണ്ട്, അത് ഞങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്, അതുകൊണ്ട് പിൻവലിക്കണം എന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെയും അവരും അത്തരത്തിൽ ഇതുവരെ ഇതിന്റെ എന്റെ കൂടെ നിന്നവരാണ്. ഞാൻ എന്റെ സ്വന്തം താല്പര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരുന്നു. അതിലും നല്ലൊരു ഭാഗം ആളുകൾ മത്സരിക്കുന്ന പറയുന്നവരുണ്ട്, എന്നാൽ നമുക്ക് പിൻവലിച്ചുകൂടെ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ദേശീയ നേതൃത്വത്തിന് ഞാൻ ഈ കണ്ടു. ദേശീയ നേതൃത്വം നിങ്ങൾ ചോദിക്കും, നിങ്ങളിപ്പോ പാർട്ടിയിലില്ലോ എന്ന് ചോദിക്കാം. പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് NCPയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്. കാരണം ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന പ്രസിഡന്റ് ചാർജ് തന്നുണ്ട്, കൂടാതെ വർക്കിംഗ് കമ്മിറ്റി ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവരങ്ങളെല്ലാം ഇന്ന് കാലത്തും ദേശീയ നേതൃത്വത്തിൽ സംസാരിച്ചു. അപ്പൊ അവരും അവിടെ നിന്ന് ഒരു മീറ്റിംഗ് കൂടി. ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, 2 മത്സരിക്കണോ, അത് ഒരെണ്ണത്തിലേക്ക് ഒതുങ്ങണോ, അത് 2 പിൻവലിക്കണോ? ഒരു മീറ്റിംഗ് കൂടി ഇപ്പൊ തന്നെ അറിയിക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ തീരുമാനം ഉടനെ കിട്ടും. പക്ഷെ ഇവിടെ നിന്നുള്ള എല്ലാവരുടെയും ഒരു ഇത് നമ്മൾ പിൻവലിക്കണം എന്നുള്ള ഇതാണ്. അപ്പൊ 2 മണിക്കുള്ളിൽ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. കാരണം 3 മണിക്കാണ് ചിഹ്നത്തിന്റെ മാത്രം പിൻവലിക്കേണ്ട സമയം കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി ശ്രീ VP അനിലിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ 2 പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന നോട്ട് അതല്ല, എന്റെ വണ്ടിയിലുണ്ട്, ഞാനത് എടുത്തില്ല. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇടതുപക്ഷ സഹായത്തിനായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിക്കുകയാണ്. മത്സരമെന്നുണ്ടെങ്കിൽ ഇപ്പോ അതില് 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്, മനസ്സിലായോ? പല തട്ടിലുള്ളവരാണ്. തീരുമാനമെടുക്കുന്ന പല തട്ടുകളിലാണല്ലോ. ജില്ലകളിൽ നിന്നുള്ളത് പോകുന്നതിനനുസരിച്ചാണ് മോൾ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അതിൽ വന്നത് അബ്ദുറഹിമാന്റെ സ്ഥാനാർത്ഥിത്വം വന്നതുകൊണ്ടാണ് എന്നെ തിരിഞ്ഞു നിന്ന് മാറ്റേണ്ടി വന്നിട്ടുള്ളത്. അത് ഞാനൊന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്നില്ലേ, എനിക്കെതിരായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പൊ ആ ചതി എന്നുള്ള തീർച്ചയായിട്ടും മനസ്സിൽ ഞാൻ അതിന്റെ തുറന്നു പറയുകയാണെങ്കിൽ, ഞാൻ തിരൂരിലേക്ക് വേണ്ടി 12ഓളം പാട്ടുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പോസ്റ്റർ അടിച്ചു, അല്ലെങ്കിൽ ബോർഡ് ഉണ്ടാക്കി, അതിന്റെ ഡിസൈൻ ചെയ്തു. അപ്പൊ എല്ലാം ചെയ്ത ഒരാളുടെ മനസ്സിൽ വരുന്നതാണല്ലോ. എന്നെ ചതിച്ചു എന്നല്ലേ പറയൂ. ഞാൻ ഒന്നും ചോദിച്ചു, വേറെ വാക്കിട്ട് എന്ന് പറയാൻ പറഞ്ഞല്ലോ, വേറെ സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സിൽ തോന്നുന്നു തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ പിന്നിൽ ആരൊക്കെ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ലോ, അതിൽ തീരുമാനങ്ങൾ. കാരണം ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും മുകളിൽ പോയത്, മുകളിൽ മുഖ്യമന്ത്രി വന്നപ്പോഴാണല്ലോ ഈ തീരുമാനം കൊടുത്തെങ്കിലും അവിടെ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞത്. നേരത്തെ CPMനെതിരെയും CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന
ഈ ജയനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർത്തിയായിരുന്നു മമ്മൂട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തിരൂരിൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണെന്നും അതനുസരിച്ച് തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും താൻ പൂർത്തിയാക്കിയിരുന്നതാണെന്നും മമ്മൂട്ടി പ്രസ്താവിച്ചിരുന്നു. മന്ത്രി വി അബ്ദുറഹ്മാനെ തിരൂരിലെ സ്ഥാനാർത്ഥിയായി CPM പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു മമ്മൂട്ടി രംഗത്തെത്തിയത്. തുടർന്ന് മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയുമായിരുന്നു. പുതിയ തീരുമാനപ്രകാരം സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. മത്സരിക്കാനായി CPM ആവശ്യപ്പെട്ടതനുസരിച്ച് NCPയിലെ സ്ഥാനങ്ങൾ ഉൾപ്പെടെ താൻ രാജിവെച്ചതായി മമ്മൂട്ടി വെളിപ്പെടുത്തിയിരുന്നു. മത്സര രംഗത്തെത്തിയതോടെ ഇരുവിഭാഗത്തിൽ നിന്നും തനിക്ക് ഓഫറുകൾ ഉണ്ടായതായി മമ്മൂട്ടി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. രാഷ്ട്രീയം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളല്ല താനെന്നും ഇടതുപക്ഷ സഹയാത്രികനായി തുടരുമെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. തന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഇടങ്കോലിട്ടവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പാർട്ടിക്ക് കൈമാറിയതായും ബാക്കി അവർ തീരുമാനിക്കട്ടെ എന്നുമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മമ്മൂട്ടി നൽകിയ മറുപടി. തിരൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വം വന്നതുകൊണ്ടാണ് തനിക്ക് സീറ്റ് നഷ്ടമായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തങ്ങൾക്ക് എതിർക്കാൻ കഴിയാത്ത വിധം അബ്ദുറഹ്മാന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടായതിനാലാണ് സീറ്റ് നഷ്ടമായതെന്ന് CPM ജില്ലാ നേതൃത്വം വിശദീകരിച്ചതായി മമ്മൂട്ടി വ്യക്തമാക്കി. കോട്ടക്കലിൽ ഇത്തവണ മത്സരിക്കാൻ തനിക്ക് താൽപര്യമില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണെന്നും തിരൂരിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നതാണെന്നും തിരൂരിൽ തനിക്കുള്ള വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരിൽ മമ്മൂട്ടി മത്സരിക്കുമെന്നത് വലിയ വാർത്തയായിരുന്നു. മന്ത്രി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെ കനത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരൂർ. മണ്ഡലത്തിൽ ചെറുകിട പാർട്ടികൾ മത്സരിക്കുന്നതിനൊപ്പം മുഹമ്മദ് കുട്ടി കൂടി രംഗത്തെത്തിയത് ഇടതുമുന്നണിക്ക് തലവേദനയായിരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.